ഓഡിയോ ഒക്കെ ഇച്ചിരി പ്രശ്നത്തിലാണ്. അപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, മോർണിംഗ് സർ. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ഗുഡ് മോർണിംഗ് വൺസ് മോർ ആൻഡ് വെൽക്കം ടു ദിസ് ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള ടോപ്പിക്കായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, അതുപോലെ തന്നെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഒരു ടോട്ടൽ യൂട്ടിലിറ്റി കർവ്. ആദ്യം നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കർവ്, മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് കിട്ടി, മാർജിനൽ യൂട്ടിലിറ്റി കർവ് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച 2-3 കാര്യങ്ങൾ ഞങ്ങളുടെ റിവിഷന് വേണ്ടിയിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ടോപ്പിക്ക് നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര ബേസിക്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക്കിൻ്റെ ഫൗണ്ടേഷനാണ്, യൂട്ടിലിറ്റി തിയറിയുടെ ഒരു ഫൗണ്ടേഷനാണ്. അത് നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, അതായത് ദിസ് ഈസ് എ മാർജിനൽ യൂട്ടിലിറ്റി ഷെഡ്യൂൾ. ദിസ് ഈസ് എ യൂട്ടിലിറ്റി ഷെഡ്യൂൾ. ഓക്കെ, ദിസ് ഈസ് യൂട്ടിലിറ്റി ഷെഡ്യൂൾ ഫോർ കോഫി, ദിസ് ഈസ് യൂട്ടിലിറ്റി ഷെഡ്യൂൾ ഫോർ ടീ. Okay, and here it is utility curve for tea or coffee, whatever, maybe 1 second. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ ഫീച്ചേഴ്സിൻ്റെ അകത്ത് പഠിച്ചതാണ്. പിന്നെ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റി പഠിക്കുമ്പോൾ നമ്മൾ മാംഗോസിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ മാംഗോസ് 100 ഫസ്റ്റ് യൂണിറ്റ് ആണെങ്കിൽ 100 യൂട്ടിലിറ്റി കിട്ടി. പിന്നെ രണ്ടാമത്തെ 80, 60, പിന്നെ 40. ഓക്കെ, നമ്മളങ്ങനെ എക്സാമ്പിളൊക്കെ എടുത്ത് എങ്ങനെയാണ് യൂട്ടിലിറ്റി ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളത് പഠിക്കുമ്പോൾ ആദ്യമേ എത്ര കൊടുക്കണം, ഈ ടേബിളിൽ ഇതിൻ്റെ അകത്ത് പറയുന്നതിനേക്കാൾ ഇച്ചിരി വ്യത്യാസം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ആദ്യത്തേന് 100 യൂട്ടിലിറ്റി, രണ്ടാമത്തേന് 80 യൂട്ടിലിറ്റി, മൂന്നാമത്തേന് 60 യൂട്ടിലിറ്റി, നാലാമത്തേന് 40 യൂട്ടിലിറ്റി, അഞ്ചാമത്തേന് 20 യൂട്ടിലിറ്റി, അവസാനത്തിന് നമുക്ക് യൂട്ടിലിറ്റി ഒന്നും കിട്ടില്ല, അവസാനത്തല്ല ഇനിയുള്ളതിന്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഡിസ് യൂട്ടിലിറ്റി കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് യൂട്ടിലിറ്റി ഷെഡ്യൂൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അങ്ങനെയാണ് യൂട്ടിലിറ്റി ഷെഡ്യൂൾ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതിൽ നമുക്കൊരു ടോട്ടൽ യൂട്ടിലിറ്റി കർവ് കിട്ടും. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആവും. ഇവിടെ ഈ എക്സാമ്പിളിൻ്റെ കേസാണെങ്കിൽ ഒരു സെക്കൻഡ് എക്സാമ്പിൾ ഞാൻ എടുത്തോട്ടെ. എക്സാമ്പിളിൻ്റെ കേസാണെങ്കിൽ 280 ആകുമ്പോഴത്തേക്കും ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം. പിന്നെ 260 ഇവിടെയാണ് നമുക്ക്, അല്ലേ, ഇവിടെ 280 നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ 280 ഇവിടെ. അപ്പോൾ അതുവരെ ടോട്ടൽ യൂട്ടിലിറ്റി കൂടുക, അത് കഴിഞ്ഞാൽ പിന്നെ കുറയുക. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്തിട്ട് ഒരു മാർജിനൽ യൂട്ടിലിറ്റി കർവ് നമ്മളിങ്ങനെ ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ഇവിടെയുണ്ട്. അതിൽ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി കർവ് താഴോട്ട് വരച്ചു. ഒരു സെക്കൻഡേ. ഓക്കെ, സോ മാർജിനൽ യൂട്ടിലിറ്റി കർവ് വരയ്ക്കുമ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം, ത്രൂ ഔട്ട് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അപ് ടു പോയിൻറ്റ് ടി വരെ. അപ്പോൾ ആ പോയിൻറ്റ് ടിക്ക് താഴെ നമ്മളിവിടെ എന്ത് വരയ്ക്കും, ഇങ്ങനെ ഒരു ഡയഗ്രം വരയ്ക്കണം. ശരിക്കും വരയ്ക്കേണ്ട രീതി ഇങ്ങനെയാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി കർവ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ദെൻ ഇങ്ങനെ നമ്മൾ വരയ്ക്കുക മാർജിനൽ യൂട്ടിലിറ്റി. ഇതാ തൊട്ടടുത്തോളം വന്നേക്കുക. എന്നിട്ട് ഇവിടെ പോയിൻ്റ് എടുക്കുക, തൊട്ട് താഴോട്ട് ഇങ്ങനെ വരയ്ക്കുക, ഇവിടെ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം എത്രയാണ്, മാക്സിമം. അപ്പം ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുമ്പം സ്ലോപ്പ് 0 എന്നാണ് അതിനർത്ഥം. ടോട്ടൽ യൂട്ടിലിറ്റി, അയ്യോ സോറി കേട്ടോ, പ്രസൻറ്റേഷൻ ഇട്ടില്ല, സോറി, താങ്ക് യു. ഞാൻ ഒന്നുകൂടെ പ്രസൻറ്റേഷൻ ഇടാവേ, സോറി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എടുക്കാം. സെക്കൻഡ് ഡിലീറ്റ് ചെയ്തോട്ടെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പ്രസൻറ്റേഷൻ ഇടാൻ വിട്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പറയും. ഇതൊക്കെയായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, പഴയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നമുക്ക് ആ ടേബിൾ ജസ്റ്റ് ഒന്ന് എടുക്കാം. ഇതാണല്ലോ നമ്മുടെ എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി ഷെഡ്യൂളും, അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഷെഡ്യൂൾ ഇൻക്ലൂഡിങ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മൾ വരയ്ക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഒരു സെക്കൻഡ്, എങ്ങനെയാണ് നമ്മൾ ഈ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയൊക്കെ നമ്മളിങ്ങനെ വരയ്ക്കുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മൾ ആദ്യമേ 100 ടോട്ടൽ ആദ്യത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടി, രണ്ടാമത്തെ യൂണിറ്റ് നമുക്ക് 80 യൂട്ടിലിറ്റി, മൂന്നാമത്തെ 60 യൂട്ടിലിറ്റി കിട്ടി, 4 യൂട്ടിലിറ്റി. അപ്പോൾ സാറ്റിസ്ഫാക്ഷനാണ്, യൂട്ടിലിറ്റിയാണ്, യൂട്ടിലിറ്റി എന്നുള്ള മറക്കരുത്. അടുത്തത് നമുക്ക് 40 യൂട്ടിലിറ്റി കിട്ടി, അടുത്തത് 20 യൂട്ടിലിറ്റി കിട്ടി. പിന്നെ നമുക്ക് കിട്ടുന്നില്ല, 0 ആയ. ഓക്കെ, പിന്നെ എത്രയായിരിക്കും, -20. ഈ യൂട്ടിലിറ്റി ഷെഡ്യൂളിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആദ്യമേ 100 എന്ന് പറഞ്ഞൊരു സംഭവം മാത്രം പരീക്ഷിക്കാൻ നമ്മുടെ മനസ്സിൽ വന്നാൽ മതി. പിന്നെ നമുക്ക് എല്ലാത്തിനും ഈ 20 വെച്ച്
കുറച്ചിട്ട് ഏറ്റവും അവസാനം -20 ആവും അല്ലേ. എന്നിട്ട് ഇത് മാർജിൻ യൂട്ടിലിറ്റിയാണ്, കാരണം ഏറ്റവും അവസാനത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്ത് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ആണല്ലോ മാർജിൻ യൂട്ടിലിറ്റി. ഓക്കെ, ഞാനിത് എങ്ങനെ വരച്ചു. എന്നിട്ട് നമുക്കിവിടെ ടോട്ടൽ യൂട്ടിലിറ്റി അടയാളപ്പെടുത്താം. ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി. ഓക്കെ, അപ്പോൾ ആദ്യത്തേന് എത്രയാണ് 100, 180 കൂടെ 180, ഇത് രണ്ടും കൂടെ 240, 250. അപ്പോൾ ഇത് എത്ര 300. ഇവിടെ എത്രയാണ് 300 തന്നെ, മാറുന്നില്ല. ഇവിടെ 280, ശരിയല്ലേ. സോ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിൻ യൂട്ടിലിറ്റി ബിക്കംസ് വെരി ഈസി to prepare a schedule in the examination. This is called a utility schedule, and from that we can draw a utility curve. Okay, so we can put here it is 280 like that, okay, so every unit, 1 unit, 2, 3 unit, like that, it will go. Okay, here it will be 280, it is not 300, or similarly 280 here. Okay, so in that way you can draw a total utility curve. This is a hypothetical total utility curve I have copied from internet, not drawn directly. എനിക്ക് വരയ്ക്കാനൊക്കെ പറ്റും കേട്ടോ, സമയം കിട്ടില്ലാത്ത എൻ്റെ വീഡിയോ വരയ്ക്കാത്ത എത്ര എണ്ണം വരച്ചാൽ. അപ്പം ഇതിങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എങ്ങനെയാണ് ഈ ഡയഗ്രാം വരയ്ക്കുന്നതെന്ന്. സോ ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ എ ടോട്ടൽ യൂട്ടിലിറ്റി കർവ്. ഡെഫിനറ്റ്ലി ഹിയർ ഇറ്റ് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി, ഹിയർ ഇറ്റ് ഈസ് ക്വാണ്ടിറ്റി ഓഫ് ദി that particular commodity consumed. Okay, so now this is a total utility curve. So let us take here as the maximum. Total utility reaches maximum or its slope. Change in utility due to change in quantity consumed becomes 0. Slope becomes 0. Here slope becomes positive. Okay, change in utility divided by change in quantity consumed is greater than 0. Slope is positive. Here in this part, in this part, declining part, change in utility divided by change in quantity consumed is less than 0. That means negative. Slope negative അല്ലേ, 1 പറയുമ്പോൾ വേറെ കൂടുന്നു. ഇവിടെയോ സ്ലോപ്പ് കൂടുതല, ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്നതോറും ടോട്ടൽ യൂട്ടിലിറ്റി കൂടുന്നു. ഗ്രേറ്റർ ദാൻ 0, മനസ്സിലായി. സോ ഗ്രേറ്റർ ദാൻ 0, സ്ലോപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ 0, സ്ലോപ്പ് ഈസ് 0. ഇവിടെ സ്ലോപ്പ് ഈസ് 0, ഇവിടെ സ്ലോപ്പ് ഈസ് ലെസ് ദാൻ 0. ഓക്കെ, സോ this is called the slope of the total utility curve. That itself is called a marginal utility curve. And here it is a marginal utility. What is marginal utility? Marginal utility change in utility divided by change in quantity consumed. അത് തന്നെയല്ലേ ഇത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, നമുക്കറിയാം ഇവിടെ സ്ലോപ്പ് 0 ആണെങ്കിൽ ഇവിടെ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി 0 ആണെങ്കിൽ അത് മാർജിൻ യൂട്ടിലിറ്റി 0 കാരണം എന്താ, ദിസ് ഈസ് ദ സ്ലോപ്പ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മാർജിൻ യൂട്ടിലിറ്റി. The slope of total utility is equal to 1 marginal utility. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഞാൻ നിങ്ങളുടെ താമസിച്ച് വന്നു അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞ ദിവസം വരാത്തിരുന്ന കുട്ടികൾക്ക് വേണ്ടി പെട്ടെന്ന് റിവൈസ് ചെയ്യുന്ന പോലെ പറയുന്ന കേട്ടോ. സോ വെൻ യു ആർ ഡ്രോയിങ് എ ഡയഗ്രാം യു ഹാവ് ടു ബി വെരി കെയർഫുൾ in linking both the total utility curve and the what we can say the marginal utility curve. Let me write it once more, draw it once more rather. This is the total utility curve, so this is the maximum point, and you can draw here correspondingly this is a marginal utility, this is the total utility, this is the quantity consumed, this is also the quantity consumed. On these two axes the same things can be represented. What is quantity? Okay, now coming to the marginal utility curve, total utility curve. This is the total utility reaches the maximum, slope becomes 0. On that point, marginal utility should also become 0, because when total utility is maximum its slope, change utility divided by change in quantity consumed becomes 0. Its slope becomes 0. Okay, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാർജിൻ യൂട്ടിലിറ്റി 0 ആയി, കാരണം മാർജിൻ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി കൺസ്യൂംഡ്. ഓക്കെ, നോ ക്വസ്റ്റ്യൻ. നൗ when you are drawing marginal utility out of the total utility curve, you have to be very careful. So put a point here at the maximum point of the total utility curve, then you draw a line towards the downwards, and mark here at point which is 0. Understandably at this axis, this marginal utility becomes 0. Draw a diagram. This is marginal utility curve. ഈ ഒരു പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു മാക്സിമത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 പാർട്ട്, ഈ ഡിക്ലൈനിങ് പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് പാർട്ട്. ഓക്കെ, സോ നമുക്കന്നൊരു വരിക മനസ്സിലായി ഡയറക്റ്റ് നമുക്ക് വെൻ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഇൻക്രീസിങ്, മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഡിക്രീസിങ് ആൻഡ് ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആയിരിക്കും. വെൻ ടോട്ടൽ യൂട്ടിലിറ്റി റീച്ചസ് മാക്സിമം, മാർജിനൽ യൂട്ടിലിറ്റി ബിക്കംസ് 0. Okay, it becomes 0. When total utility is falling, falling, what will happen? Marginal utility is negative.
So this is the three relationship you can draw from this diagram, or the relation between total utility and marginal utility, which we exhaustively covered during the last class. Okay, so you should go through the different notes, go through the notes, and should read again and again. Now we are coming to the fresh topic that we are supposed to learn in this class, that is called the law of diminishing marginal utility, which is just not an important law. It's an important law, but it's not a difficult law. It's very easy to understand. Just this law of diminishing marginal utility says that when we consume a commodity more and more units, in more and more units, the utility we obtain from that consumption of that commodity reduces, comes down. Okay, so that is a summary of this particular law. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചുള്ള വലിയ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു സംഭവങ്ങളുള്ളൂ. നമുക്കൊന്ന് വായിച്ച് നോക്കാം എന്താണ് ഈ ലോ പറയുന്നത്. The most important principle of cardinal utility analysis, that means the Marshallian utility analysis, okay, is about the behavior of marginal utility. What is the behavior of marginal utility? It goes on declining and declining as you consume the same commodity, more and more units of the commodity. Okay, as per Marshall, the marginal utility of a commodity declines with additional units of the commodity consumed, or in other words there is the operation of diminishing marginal utility, or in other words there is the operation of what? Diminishing marginal utility. That means the marginal utility is diminishing. The law of diminishing marginal utility says marginal utility of a good diminishes as an individual consumes more and more unit of a good. ഓക്കെ, അപ്പം ഒരു കമ്മോഡിറ്റിയുടെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, ഒരു കൺസ്യൂമർ കൂടുതലായി യൂണിറ്റ് കൺസ്യൂം ചെയ്യും. ഇൻ അതർ വേഴ്സ് കൺസ്യൂമർ ടേക്സ് മോർ യൂണിറ്റ്സ് ഓഫ് എ ഗുഡ്, ദി എക്സ്ട്രാ യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ഹി ഗെറ്റ്സ് ഫ്രം ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ദി ഗുഡ് ഗോസ് ഓൺ ഫാളിങ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ പറയുക. നമ്മൾ ഒരു കൺസ്യൂമർ ഒരു കമ്മോഡിറ്റി കൂടുതൽ അതേ കമ്മോഡിറ്റിയുടെ യൂണിറ്റ് കൺസ്യൂം ചെയ്യും തോറും ആദ്യത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടിയ അതേ സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം, യൂട്ടിലിറ്റി എന്ന് പറയാതെ, യു ഷുഡ് യൂസ് യൂട്ടിലിറ്റി മോർ ദാൻ സാറ്റിസ്ഫാക്ഷൻ. Utility you are getting from that commodity, it comes down. Okay, from the first unit you may be getting 10, then 8, like that 6, 4, 0, then becomes disutility. Okay, this is what this loss diminishing marginal utility says. This decline in the marginal utility is reflected in this lower increase in total utility. So total utility goes on increasing but at decreasing rate. Okay, the law of diminishing marginal utility means that the total utility increases but at a decreasing rate. Total utility is increasing. Okay, look at this particular table, we can see that total utility will be increasing, okay, but at a decreasing rate. Okay, ആദ്യം 100 യൂണിറ്റ് കിട്ടി, ടോട്ടൽ യൂട്ടിലിറ്റി 150 240, 200 പിന്നെ 50, 40 കൂടുള്ളൂ, 40 പിന്നെ 20 കൂടുള്ളൂ, 20 പിന്നെ കൂടിയില്ല, പിന്നെ 20 കുറഞ്ഞു. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ, അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കുറവാണെന്നാണ് നമ്മൾ പറയുന്നത്. So that is another side of this law of diminishing marginal utility. Let me come to that point again. Where is the topic? Oh, here it is topic. Delete that first so that you can see it properly. No, so it has not been deleted. No, it is deleted. Okay, so the most important lesson നമ്മൾ പറഞ്ഞു, the law of diminishing marginal utility says marginal utility of a good diminishes as an individual consumes more units of a commodity. Okay, in other words, as a consumer takes more units of good, the extra utility or satisfaction that he gets from an extra unit of the good goes on falling. Okay, this decline in the marginal utility is reflected in the slower increase in the total utility. Okay, then നമ്മൾ പറഞ്ഞാൽ total utility increase at a decreasing rate. Marshall, who was the famous exponent of marginal utility analysis, states the law of diminishing utility in this words. അപ്പോൾ അതിൻ്റെ ഒരു കൊട്ടേഷനാണ് നമ്മളിവിടെ പറയുന്നത്. The additional benefit which a person derives from a given increase of stock of a thing diminished with every increase in stock of that he already has. അപ്പോൾ മനസ്സിലായാലും, അതായത് ഒരു കമ്മോഡിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റിന് നമ്മൾ പറയുന്നത് വരാം, യൂട്ടിലിറ്റിന് ഇവിടെ പേരിട്ടേക്കും, ബെനിഫിറ്റ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി. ഇറ്റ് ഗോസ് ഓൺ decreasing or diminishing as his stock of that commodity increases. Okay, this law of diminishing marginal utility is listed in the table and diagram. Both the table and the diagram shows as the consumer consume more of commodity, his total utility is increasing at a decreasing rate, reflecting this marginal utility is diminishing. Ultimately, the law of DME describes an ultimate consumer. Okay, consumer ultimate behavior or nature of the consumer. അപ്പം നമുക്കറിയാലോ, നമ്മളൊരു സാധനം കൂടുതൽ മേടിക്കുമോ? ഇല്ല, മേടിക്കാത്തതിൻ്റെ കാരണം എന്താ? നമ്മൾ സെയിം സാധനം ഓൾറെഡി മേടിച്ചുകൊണ്ട് നമുക്ക് ഓൾറെഡി വി ആർ സാറ്റിസ്ഫൈഡ്, our utility, the benefit is already maximum, so we are not going to reduce consume again. The law of DMU can be tested from introspection and observation of according to
Okay, observation of consumers according to the total utility. നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഈ യൂട്ടിലിറ്റി കൂടിയോ നമുക്കറിയാൻ പറ്റുന്നത് ഇൻട്രോസ്പെക്ഷൻ വഴിയാണ്, സെൽഫ് ഒബ്സർവേഷൻ. ആളുകൾ മനസ്സിൽ തന്നെ ചോദിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഈ യൂട്ടിലിറ്റി കൂടുന്നുണ്ടോ, കൂടുന്നതിൻ്റെ റേറ്റ് കുറവാണോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മൾ പഠിച്ച ടേബിൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. സെയിം ടേബിൾ നമ്മൾ സെയിം കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിച്ചത്, കാരണം നമ്മൾ ഡിഫറെൻറ്റ് ടേബിൾ നമുക്ക് പറയണ്ടല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 100, okay, 80, 60 like that, 40, 20, 0, -20 എന്നുള്ള വേറെ ടേബിൾ ഉണ്ടാക്കാം. ഞാനിവിടെ 20 മിസ് ചെയ്ത്, ഇവിടെ 20 കൂടെ ആഡ് ചെയ്യേണ്ടിയായിരുന്നു. ഓക്കെ, സോ like that, this is a margin utility curve which we already drawn several times. This is margin utility becomes 0. Here it is margin utility is less than 0 or negative. Okay, you can call it as negative. Throughout this pattern, marginal utility is greater than 0 or positive. It is falling, still it is positive. Okay, here it is marginal utility becomes 0 after falling continuously, becomes 0, so then it is negative. Okay, all those such things we discussed in detail during the last 2 or 3 classes, so I need not explain it again. The total wants of man are virtually unlimited. Assumptions of the theory. So there are some assumptions. Whenever we are making a theory, there will be a lot of assumptions. This is one assumption. The total wants of a man are virtually unlimited, but each single one is satiable. Hence, as once a consumer consumes more and more units of commodity, the satisfaction from it declines. In this way, the margin utility declines. അപ്പോൾ ഈ രീതിയിൽ മാർജിൻ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം കൺസ്യൂമറിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മാർജിൻ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. മാത്രമേ ഉള്ളൂ. വിർച്വലി എല്ലാവരുടെയും എന്തോരം കിട്ടിയാലും തികയില്ല ആൾക്കാർക്ക്. നമുക്കല്ല, എല്ലാ കമ്മോട്ടിയും കൂടെ എത്ര വേണമെങ്കിൽ നമ്മൾ മേടിക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരു കമ്മോട്ടി മാത്രം നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് ടോട്ടൽ വൺസ് ഓഫ് എ മാൻ ആർ വിർച്വലി അൺലിമിറ്റഡ്, ബട്ട് ഈച്ച് സിംഗിൾ വൺ ഈസ് സാറ്റിബിൾ. പക്ഷേ ഒറ്റ കമ്മോട്ടി മാത്രം, അല്ലെങ്കിൽ അത് നമ്മൾ കഴിക്കാൻ, ഇപ്പോൾ മാങ്ങ ആണെങ്കിൽ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ 2 മാങ്ങയൊക്കെ ഇഷ്ടം, പിന്നെ കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരും. ആ കാര്യം എങ്ങനെ പറയുന്നത്, ഓരോ കമ്മോട്ടിയും കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു കമ്മോട്ടി തന്നെ കൂടുതൽ കിട്ടണമെന്ന് നമുക്കൊരാഗ്രഹമില്ല. ഓക്കെ, ഡിഫറെൻറ്റ് ഗുഡ്സ് ആർ നോട്ട് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഈച്ച് അതർ. ഒരു ഗുഡിന് വേറൊന്നും പറ്റില്ല. മാങ്ങ കഴിക്കുന്നതിന് ഓറഞ്ച് കഴിക്കാൻ പറ്റില്ല, അല്ലേ? ഓറഞ്ച് കഴിക്കുന്നത് മാങ്ങ കഴിക്കുന്നതിന് രണ്ടാണ്. അപ്പോൾ രണ്ടിന് കിട്ടുന്ന യൂട്ടിലിറ്റി ഡിഫറെൻ്റ് ആണ്. ഹിയർ വി ക്യാൻ ഗെറ്റ് ഓൺലി വൺ ടൈപ്പ് ഓഫ് വൺ സാറ്റിസ്ഫാക്ഷൻ, വൺ കമ്മോഡിറ്റി. അപ്പോൾ ഒരു കമ്മോഡിറ്റി നമുക്ക് ഒരു തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. ദി കമ്മോഡിറ്റി ക്യാൻ നോട്ട് ബി യൂസ്ഡ് ഫോർ മീറ്റിംഗ് അതർ വൺസ്. അപ്പോൾ ആ ഒരു കമ്മോഡിറ്റി വേറെ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് സന്തോഷം കിട്ടാൻ പറ്റില്ല ആ കമ്മോഡിറ്റിക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതാണ് നമ്മൾ പറയുന്നത് നോട്ട് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഒന്നിന് പകരം പൂർണ്ണമായിട്ടും പകരം മറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇനി നമുക്കുണ്ടല്ലോ ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ, ലോ ഓഫ് ഡിമാൻഡ് ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കും കൂടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇത് നമുക്ക് എക്സാമിന് ചോദിക്കലും ഹൗ വി ക്യാൻ കൺസ്ട്രക്ട് ദി ഡിമാൻഡ് കാർ. ദിസ് ഇസ് എ ഡിമാൻഡ് കാർ, ദിസ് ഈസ് എ ഡിമാൻഡ് കാർ. ഓക്കെ, നോ ബെൻഡ്. സോ ഹൗ വി ക്യാൻ ക്രിയേറ്റ് ഡിമാൻഡ് കാർ from the law of diminishing marginality. This is an important topic from the examination point of view. Okay, coming to that, most important about the DMO is that it supports the law of demand. It supports what? The law of demand. Okay, or we can get the law of demand from the law of diminishing marginality. The law of demand says that the consumer is willing to pay less price when he is offered with more units of a commodity. ഓക്കെ, അപ്പോൾ കുറച്ച് പ്രൈസേ അദ്ദേഹം കൊടുക്കുള്ളൂ. കൂടുതൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ അദ്ദേഹം കുറച്ച് പൈസ കൊടുക്കാൻ സാധ്യതയുള്ളൂ. ഡിമിനിഷിംഗ് മാർജിൻ ഈസ് വൺ മോർ റീസൺ ഫോർ കൺസ്യൂമർ എഫക്ട്സ് ഓഫർ ലെസ് പ്രൈസ് വെൻ ഹി ഹാസ് മോർ ഓഫ് ദി കമ്മോഡിറ്റി. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ പറയുകയാണ്, അതായത് കുറച്ച് പ്രൈസിൽ അദ്ദേഹം കൂടുതൽ മേടിക്കും, കൂടിയ പ്രൈസിൽ കുറച്ചേ മേടിക്കുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിന് ഒരു എക്സ്പ്ലനേഷനാണ് ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനാലിറ്റി. നമുക്കറിയാമല്ലോ, ഡിമാൻഡ് കർവ് ഇങ്ങനെയാണ്. കുറച്ച് പ്രൈസ് കൂടുതലാകുമ്പോൾ അയാൾ കുറച്ചേ മേടിക്കും, പ്രൈസ് കുറവാകുമ്പോൾ അയാൾ കൂടുതൽ യൂണിറ്റ് മേടിക്കും. അപ്പോൾ ഇങ്ങനെ ഡിമാൻഡ് കർവ് ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിക്കാനുള്ള ഒരു കാരണമാണ് ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനാലിറ്റി നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഒരു പ്രൈസ് കുറവാകുമ്പോൾ അയാൾക്ക് യൂട്ടിലിറ്റിയും കുറവാണ്, ശരിയല്ലേ? മാർജിൻ യൂട്ടിലിറ്റി കുറവായതുകൊണ്ട് അയാൾ എന്ത് ചെയ്യും? അയാൾ കുറച്ച് പൈസ കൊടുക്കാനേ തയ്യാറുള്ളൂ. ഈ ഒരു എക്സ്പ്ലനേഷൻ, ഇത് തമ്മിൽ നമ്മളൊരു ബന്ധം കാണും. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ബിക്കോസ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി ദാറ്റ് ഡിമാൻഡ് ആർ സ്ലോപ്പ് ഡൗൺവേർഡ്സ്. ഇതാണ് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങൾ എഴുതേണ്ടി ഈ ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി കാരണമാണ് നമ്മൾ ഡിമാൻഡ് കർവ് താഴോട്ട് വരുന്നത്.
ഡെമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി കർവാണ് ഡിമാൻഡ് കർവ് താഴോട്ട് വരുന്നതെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്താണെന്ന് നമുക്ക് അറിയാം. ഞാനൊരു ജസ്റ്റ് ഒന്ന് ഈ ഡയഗ്രം ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, സോ once again let me put in read mode. Okay, so this is the diagram we already drawn. What total utility, from that you get what we can say law of diminishing, diminishing marginal utility curve. Okay, എന്താണ് diminishing marginal utility curve. From that you can see, we can get what we can say. I may delete that part. One second, ഞാൻ delete ചെയ്തോട്ടെ. ഓക്കെ, delete ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എന്നാണെന്നറിയോ, ഇതാണ് മാർജിൻ യൂട്ടിലിറ്റി കർവ്. അപ്പോൾ ഇവിടെ എന്താണ് കാണുന്നത്? മാർജിൻ യൂട്ടിലിറ്റിയാണ്. ഇവിടെ എന്താണ് നമുക്ക് കിട്ടുന്നത്? ക്വാണ്ടിറ്റി ഓഫ് ദി കമ്മോഡിറ്റി കൺസ്യൂംഡ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ, അതായത് കൂടുതൽ കൺസ്യൂം ചെയ്യും തോറും അയാളുടെ മാർജിൻ യൂട്ടിലിറ്റി കുറയുക. ശരിയല്ലേ? ആദ്യത്തെ യൂണിറ്റ് ആപ്പിൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഇത്രയും മാർജിൻ യൂട്ടിലിറ്റി കിട്ടിയതാണ്, പിന്നെ അടുത്ത യൂണിറ്റ് ഇത്രയും മാർജിൻ യൂട്ടിലിറ്റി കുറഞ്ഞു പോയി. അപ്പോൾ കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ അയാളുടെ മാർജിൻ യൂട്ടിലിറ്റി കുറയും. നമ്മളൊരു സാധനത്തിന് വില കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? പ്രൈസ് കൊടുക്കുന്നത് അതിൻ്റെ യൂട്ടിലിറ്റി അനുസരിച്ചാണ്, അല്ലേ? നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് പ്രൈസ് ഓഫ് എക്സ് എന്നതനുസരിച്ചാണ്, അതിൻ്റെ മാർജിൻ യൂട്ടിലിറ്റി അനുസരിച്ചാണ് എന്നാണ് എൻ്റെ ലോജിക്ക്. നമ്മളോട് പറയാൻ പോകുന്നതിൻ്റെ ലോജിക്കാണ്. അപ്പോൾ മാർജിൻ യൂട്ടിലിറ്റി കുറവാണെങ്കിൽ എന്നാൽ ഈ പ്രൈസും കുറവേ കൊടുക്കുകയുള്ളൂ. മാർജിൻ യൂട്ടിലിറ്റി നമുക്ക് കുറവാണ്, ഏറ്റവും അവസാനത്തെ കമ്മോഡിറ്റി കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറവാണെങ്കിൽ നമ്മൾ ആ കമ്മോഡിറ്റി മേടിക്കുകയോ ഇല്ല, അതിന് കുറച്ച് വിലയെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം എപ്പോഴാണ് നമുക്ക് മാർജിൻ യൂട്ടിലിറ്റി കുറയുന്നത്? കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോഴാണ്. ശരിയല്ലേ? കൂടുതൽ കൺസ്യൂം ചെയ്യണം. ഈ യൂണിറ്റ് ഇത്രയും കണ്ട് കൺസ്യൂം ചെയ്യുമ്പോഴാണ് നമുക്ക് മാർജിൻ യൂട്ടിലിറ്റി ഇത്രയും കണ്ട് കുറയുന്നത്. ഒരു സെക്കൻഡ് ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് മാർജിൻ യൂട്ടിലിറ്റി കർവിന് വേണമെങ്കിൽ ഒരു ഡിമാൻഡ് കർവ് വരയ്ക്കാം. ഈ മാർജിൻ യൂട്ടിലിറ്റി കർവിൽ തന്നെ നമുക്ക് ഡിമാൻഡ് എങ്ങനെ ഇരിക്കും? ഇവിടെ മാർജിൻ യൂട്ടിലിറ്റി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? പ്രൈസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ മാർജിൻ യൂട്ടിലിറ്റി കുറയുകയാണെങ്കിൽ കുറച്ചേ പ്രൈസ് കൊടുക്കാൻ സാധ്യതയുള്ളൂ. എപ്പോഴാണ് മാർജിൻ യൂട്ടിലിറ്റി കുറയുന്നത്? അത് നമ്മൾ ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്നത് കൂടുമ്പോഴാണ്, അല്ലേ? ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി കുറഞ്ഞു പോയി. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാർജിൻ യൂട്ടിലിറ്റി കുറയും. അപ്പോൾ മാർജിൻ യൂട്ടിലിറ്റി കുറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പ്രൈസും കുറച്ചേ കൊടുക്കുകയുള്ളൂ, കാരണം നമുക്ക് യൂട്ടിലിറ്റി കുറവല്ലേ. So this margin utility curve can become a demand curve only up to this point, because it says that how much price we are ready to give when each and every unit of the commodity consumed. So total utility becomes this, when the consumption is 10 units, you are ready to give a price of 30. When you consume 20 units, you are ready to give only a price of how much? 20. When you are ready to consume how much? 30 units, you consume a lot of a commodity, utility comes down, the price you are ready to give also comes down. So understand it, the price you may be ready to give declines to 10 units. So this becomes a demand curve. The negative portion of the margin utility curve is not applicable for the demand curve. നമ്മൾ ഒരിക്കലും നെഗറ്റീവ് പോർഷൻ ഒരിക്കലും പരിഗണിക്കില്ല എന്താ ഡിമാൻഡ് കർവിനെ. സോ ദിസ് വിൽ ബിക്കം എ ഡിമാൻഡ് കർവ്. ദിസ് ഡിമാൻഡ് കർവ് ഇസ് എ റിപ്ലിക്ക. ഓക്കെ, റിപ്ലിക്ക എന്ന് പറഞ്ഞാൽ എന്താ? അതുപോലെ തന്നെ ഇതിൻ്റെ മാർജിൻ യൂട്ടിലിറ്റി കർവിൻ്റെ അതിൻ്റെ ഒരു റിപ്ലിക്ക തന്നെയാണ്, അതിൻ്റെ ഒരു പ്രതിബിംബം നമുക്ക് വേണമെങ്കിൽ പറയാം. ശരിയല്ലേ? സോ ഇറ്റ് ഈസ് ത്രൂ ദിസ് വേ ദാറ്റ് യു ക്യാൻ ഗെറ്റ് എ ഡിമാൻഡ് കർവ് ഔട്ട് ഓഫ് ദി മാർജിൻ യൂട്ടിലിറ്റി കർവ്. Okay, so while explaining this, you have to be very cautious and shows that when the quantity of the commodity consumed increases, the margin utility comes down, and you are ready to give only less price when the margin utility is low. മനസ്സിലായല്ലോ? നമ്മളെപ്പോഴും പ്രൈസ് കൊടുക്കുന്നത്, നമ്മൾ എന്താ എപ്പോഴാണ് പ്രൈസ് കൊടുക്കുന്നത്? നമുക്കതിൽ നിന്നൊരു സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പ്രൈസ് കൊടുക്കുമോ? കുറച്ച് സന്തോഷമാണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് പ്രൈസ് ആയിരിക്കും കിട്ടുന്നത്. കൂടുതൽ സന്തോഷമാണെങ്കിൽ കൂടുതൽ. എപ്പോഴാണ് കൂടുതൽ പ്രൈസ് കൊടുക്കുന്നത്? മാർജിൻ യൂട്ടിലിറ്റി കൂടുമ്പോഴാണ്. എപ്പോഴാണ് മാർജിൻ യൂട്ടിലിറ്റി കൊടുക്കുന്നത്? ഇവിടെയാണ് മാർജിൻ യൂട്ടിലിറ്റി. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രൈസ് കൊടുക്കും. സോ ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർജിൻ യൂട്ടിലിറ്റി ആൻഡ് പ്രൈസ്. Okay, and that is the relationship between what we can say the margin utility curve and the demand curve. So the marginal utility curve indirectly shows a demand curve, except the negative portion. നെഗറ്റീവ് പോർഷൻ നിങ്ങളുടെ പ്രൈസ് കൊടുക്കേണ്ടതാണ്. പ്രൈസ് കൊടുക്കാതെ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുമോ? അതുകൊണ്ട് ഈ മാർജിൻ യൂട്ടിലിറ്റി കർവിൻ്റെ ഈ നെഗറ്റീവ് പോർഷൻ ആപ്ലിക്കബിൾ അല്ല. എത്രയേ കാണുള്ളൂ? ഇത്രയും ആപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇൻ ദിസ് വേ യു ക്യാൻ ഗെറ്റ് എ ഡിമാൻഡ് കർവ് ഔട്ട് ഓഫ് ദി മാർജിൻ യൂട്ടിലിറ്റി കർവ്. ഇതുണ്ട് ഇവിടെ തന്നെ വൃത്തിയായിട്ട് ഈ ഡയഗ്രത്തിലെല്ലാം പറഞ്ഞ് ഞാൻ പിന്നെ വരച്ച് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവിടെ ഡയഗ്രാം വരച്ചെന്നുള്ളൂ കേട്ടോ. സോ മാർജിൻ യൂട്ടിലിറ്റി പ്രൈസ് 1, മാർജിൻ യൂട്ടിലിറ്റി 2, പ്രൈസ് 2.
Okay, margin utility 3, price 3. Quantity constant by x1, x2, x3. Okay, x1, x2, x3. So this diagram tells how margin utility curve can be drawn out, how demand curve can be drawn out of what we can say the margin utility curve. Okay, അപ്പോൾ ആ ടോപ്പിക്ക് തീർന്നു. ഇത് ഞാൻ നമുക്കൊന്ന് കോളേജ് വരുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ ഇച്ചിരി നന്നായിട്ട് നമുക്ക് പറഞ്ഞുതരാം. നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നാലേ ഇവിടെ പിടികിട്ടുള്ളൂ. ഇച്ചിരി എലാബറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഫോർ ദ ടൈം ബീങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഇസ് ഹൈ റിലേഷൻ ബിറ്റ്വീൻ marginal utility and the price you are ready to give for this particular commodity X. Okay, so since that logic is there, the marginal utility curve can become a demand curve, can become a demand curve. Okay, so this is the way in which a demand curve can be drawn out of what the marginal utility curve, or from what we can say the law of diminishing marginal utility, because marginal utility curve itself is an output of what we can say law of diminishing marginal utility. Okay, so that is all about today's class. The next topic is principle of equal marginal utility, which we are going to discuss in the next class. Okay, thank you. One second, let me take text attendance. ഇന്ന് അഭിരാമി വന്നിട്ടില്ല, അജാസ് വന്നിട്ടുണ്ട്. അജാസ്, ഒരു സെക്കൻഡ്.